ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LDC 100 Days ചലഞ്ച് ഡേ 51 ആണ്. ഓൾറെഡി നമ്മുടെ LDC 100 Days ചലഞ്ച് ഡേ 50 കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. അങ്ങനെ നീണ്ട 50 ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 50 ദിവസങ്ങൾ നമുക്ക് മുന്നോട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കാം. LDCക്ക് വേണ്ടി LDC 100 Days ചലഞ്ച് ഡേ 51 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി മേഖലയിൽ നിന്നും PSC കൂടുതലായി ചോദിക്കുന്ന മൂലകങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമായ ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ സുഹൃത്തുക്കളെ? കെമിസ്ട്രി മേഖലയുമായി ബന്ധപ്പെട്ട മൂലകങ്ങളിൽ ഹൈഡ്രജനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഹൈഡ്രജനെ പറ്റി. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. പഠിച്ചോളണേ, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. അറ്റോമിക അവസ്ഥയിൽ ഹൈഡ്രജന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് കാണപ്പെടുന്നത്. അറ്റോമിക അവസ്ഥയിൽ ഹൈഡ്രജന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് കാണപ്പെടുന്നത്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ സാന്ദ്രത കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. അറ്റോമിക അവസ്ഥയിൽ ഹൈഡ്രജന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് കാണപ്പെടുന്നത്. പഠിക്കുക. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ഹൈഡ്രജൻ. അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ സുഹൃത്തുക്കളെ? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളണം. ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റ്സ് ആണ് ഈ 4 ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. അറ്റോമിക് നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. പഠിക്കുക. സ്വയം കത്തുന്ന മൂലകമെന്നും കത്തുന്ന വാതകമെന്നും അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന മൂലകമെന്നും സ്വയം കത്തുന്ന വാതകമെന്നും അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. വീണ്ടും പറയുന്നു, PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. സ്വയം കത്തുന്ന മൂലകമെന്നും സ്വയം കത്തുന്ന വാതകമെന്നും അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. പഠിച്ചോളണേ, കലോറിഫിക് മൂല്യം അല്ലെങ്കിൽ കലോറി മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. വർഷം 1766. വർഷം സഹിതം പഠിച്ചോളണേ. ആസിഡുകളിൽ പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. വർഷം എത്രയാണ്? 1766 ആണ്. വർഷം എത്രയാണ് സുഹൃത്തുക്കളെ? 1766 ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ മിക്കുള്ള പോയിന്റ്സും പ്രീവിയസ് ആയി PSC ചോദിച്ചതാണ്. പഠിക്കുക. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒന്നായ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. സ്വയം കത്തുന്ന മൂലകമെന്നും സ്വയം കത്തുന്ന വാതകമെന്നും അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. കലോറിഫിക് മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ ഇന്ധനം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്.
വർഷം 1766 പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജനും ആവർത്തന പട്ടികയുമാണ്. ഹൈഡ്രജനും ആവർത്തന പട്ടികയും. ആവർത്തന പട്ടികയിൽ ഒന്നാമത്തെ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് വിന്യാസം 1s1 എന്നാണ്. ഇതങ്ങ് പഠിച്ചോളണേ. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് വിന്യാസം എന്താണ്? 1s1 എന്നാണ്. ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളായ ആൽക്കലി ലോഹങ്ങളുടെയും 17ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ഹാലജനുകളുടെയും സ്വഭാവം കാണിക്കുന്നു. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. LD എക്സാമിന് പഠിച്ചോളണേ. ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളായ ആൽക്കലി ലോഹങ്ങളുടെയും 17ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ഹാലജനുകളുടെയും സ്വഭാവം കാണിക്കുന്നു. ആൽക്കലി ലോഹങ്ങളെ പോലെ ഹൈഡ്രജൻ ഓക്സൈഡുകളും ഹാലൈഡുകളും സൾഫൈഡുകളും ഉണ്ടാക്കുന്നു. ആൽക്കലി ലോഹങ്ങളെ പോലെ ഹൈഡ്രജൻ ഓക്സൈഡുകളും ഹാലൈഡുകളും സൾഫൈഡുകളും ഉണ്ടാക്കുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൈഡ്രജനും ആവർത്തന പട്ടികയുമാണ് നമ്മൾ നോക്കുന്നത്. ആവർത്തന പട്ടികയിൽ ഒന്നാമത്തെ മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ വിന്യാസം 1s1 ആണ്. ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളായ ആൽക്കലി ലോഹങ്ങളുടെയും 17ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ഹാലജനുകളുടെയും സ്വഭാവം കാണിക്കുന്നു. ആൽക്കലി ലോഹങ്ങളെ പോലെ ഹൈഡ്രജൻ ഓക്സൈഡുകളും ഹാലൈഡുകളും സൾഫൈഡുകളും ഉണ്ടാക്കുന്നു. ആൽക്കലി ലോഹങ്ങളിൽ നിന്നും വിഭിന്നമായി ഹൈഡ്രജൻ സാധാരണ സാഹചര്യങ്ങളിൽ ലോഹീയ സ്വഭാവം കാണിക്കുന്നില്ല. അതാണ് കേട്ടോ ആൽക്കലി ലോഹങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രജന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ചില സമയത്ത് എന്ത് കാണിക്കും? ആൽക്കലി ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കും. ചില സമയത്ത് ഹാലജനുകളുടെ സ്വഭാവം എന്ത് ചെയ്യും? കാണിക്കും. അപ്പോ ആൽക്കലിയുടെ സ്വഭാവം എന്താ കാണിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു ഓക്സൈഡുകളും ഹാലൈഡുകളും സൾഫേറ്റുകളും ഒക്കെ ഉണ്ടാക്കാൻ കഴിവ് ആർക്കുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. എങ്ങനെ? ആൽക്കലി ലോഹങ്ങളെ പോലെ. എന്നാൽ ആൽക്കലി ലോഹങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താ സുഹൃത്തുക്കളെ? ആൽക്കലി ലോഹങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഹൈഡ്രജൻ സാധാരണ സാഹചര്യത്തിൽ ലോഹീയ സ്വഭാവം, അതായത് ഒരു ലോഹം കാണിക്കുന്ന യാതൊരു സ്വഭാവവും കാണിക്കുന്നില്ല. ഹൈഡ്രജന് കൂടുതൽ സാദൃശ്യമുള്ളത് ഹാലജനുകളുമായാണ്. ഹൈഡ്രജന് കൂടുതൽ സാദൃശ്യമുള്ളത് ഹാലജനുകളുമായാണ്. എന്നാൽ ഹാലജനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രിയാശീലം വളരെ കുറവാണ് ഹൈഡ്രജന്. ഹൈഡ്രജന് കൂടുതൽ സാദൃശ്യമുള്ളത് ഹാലജനുകളുമായാണ്. എന്നാൽ ഹാലജനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രിയാശീലം വളരെ കുറവാണ് ആർക്ക്? ഹൈഡ്രജന്. ഇത്തരത്തിലുള്ള പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രജന് ആവർത്തന പട്ടികയിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രജൻ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതായത് അവൻ ആൽക്കലി ലോഹങ്ങളുടെ സ്വഭാവവും കാണിക്കാറുണ്ട്, ഹാലജനുകളുടെ സ്വഭാവവും കാണിക്കാറുണ്ട്. അതുകൊണ്ട് അവനെ പിടിച്ച് നമ്മുടെ ആവർത്തന പട്ടികയിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി ഏറ്റവും മുകളിൽ ആവർത്തന പട്ടിക ആരംഭിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് കേട്ടോ. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി പറയാം. ആൽക്കലി ലോഹങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഹൈഡ്രജൻ സാധാരണ സാഹചര്യത്തിൽ ലോകീയ സ്വഭാവം കാണിക്കുന്നില്ല. ഹൈഡ്രജൻ കൂടുതൽ സാദൃശ്യമുള്ളത് ഹാലജനുകളുമായാണ്. എന്നാൽ ഹാലജനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രിയാശീലം വളരെ കുറവാണ് ഹൈഡ്രജന്. ഇത്തരത്തിൽ പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രജന് ആവർത്തന പട്ടികയിൽ പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജനും പ്രകൃതി സാന്നിധ്യവുമാണ്. ഹൈഡ്രജൻ പ്രകൃതിയിൽ എന്തുമാത്രം ഉണ്ടെന്നും മറ്റുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഹൈഡ്രജനും പ്രകൃതി സാന്നിധ്യവും. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിന്റെ മാസിന്റെ 70% ഹൈഡ്രജൻ ആണ്. പഠിച്ചോളണേ. പ്രപഞ്ചത്തിന്റെ മാസിന്റെ 70% ഹൈഡ്രജൻ ആണ്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. തെറ്റിപ്പോവല്ലേ. സൂര്യന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ സൗരാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാല് ഹൈഡ്രജൻ. നമ്മൾ കൊറോണ എന്നൊക്കെ പറയൂലേ, സൂര്യന്റെ പല പല അന്തരീക്ഷം ഉണ്ടെന്ന് പറയൂല, അല്ലെങ്കിൽ പല പല പാളികൾ ഉണ്ടെന്ന് പറയൂലേ. ഈ പാളികളിലെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാ സുഹൃത്തുക്കളെ? ഹൈഡ്രജൻ ആണ്. അപ്പോൾ സൂര്യന്റെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സൗരാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. വളരെ വലിയ ഗ്രഹങ്ങളായ വ്യാഴത്തിലും ശനിയിലും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പഠിച്ചോളനെ. വളരെ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസ് ജെയിൻസ് ആയിട്ടുള്ള വ്യാഴത്തിലും ശനിയിലും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാരാണ്? ഹൈഡ്രജൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഹൈഡ്രജനും പ്രകൃതി സാന്നിധ്യവുമാണ് നമ്മൾ പറഞ്ഞത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിന്റെ മാസിന്റെ 70% ആരാണ്? ഹൈഡ്രജൻ ആണ്. അതുപോലെ സൂര്യന്റെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സൗരാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. വളരെ വലിയ ഗ്രഹങ്ങളായ വ്യാഴത്തിലും ശനിയിലും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പഠിക്കുക. ഭൗമാന്തരീക്ഷത്തിൽ ഹൈഡ്രജന്റെ സാന്നിധ്യം വളരെ കുറവാണ്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷം അഥവാ ഭൗമാന്തരീക്ഷത്തില് ഹൈഡ്രജന്റെ സാന്നിധ്യം വളരെ കുറവാണ്. നമ്മുടെ ഭൂമിയിലെ
അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ എത്രയാ സുഹൃത്തുക്കളെ ഉള്ളത്? 0.53% മാത്രമാണ്. പഠിച്ചോളണേ. ഭൗമാന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തില് ഹൈഡ്രജന്റെ സാന്നിധ്യം വളരെ കുറവാണ്. അത് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 0.53% മാത്രമേ ഉള്ളൂ. ആര്? നമ്മുടെ ഹൈഡ്രജൻ. സംയുക്താവസ്ഥയിൽ ഭൂവൽക്കത്തിലും സമുദ്രങ്ങളിലും ഹൈഡ്രജൻ 15.4% കാണപ്പെടുന്നു. പഠിച്ചോളനെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂസ് ആണ് ഇതൊക്കെ. പഠിച്ചോളനെ. സംയുക്താവസ്ഥയിലെ ഭൂവൽക്കത്തിലും സമുദ്രങ്ങളിലും ഹൈഡ്രജൻ 15.4% കാണപ്പെടുന്നു. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും കലകളിലും കാർബോഹൈഡ്രേറ്റുകളിലും പ്രോട്ടീനുകളിലും ഹൈഡ്രോ കാർബൺ ഉൾപ്പെടെയുള്ള ഹൈഡ്രേറ്റുകളിലും സംയുക്താവസ്ഥയിൽ ഹൈഡ്രജൻ കാണപ്പെടുന്നു. പഠിച്ചോളനെ. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്തെന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പൊ സുഹൃത്തുക്കൾ കേട്ടിരിക്കുക. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന ഹൈഡ്രജന്റെ മേഖലയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഹൈഡ്രജന് പ്രധാനമായും 3 ഐസോടോപ്പുകൾ ഉണ്ട്. അങ്ങ് പഠിച്ചോളനെ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളുടെ എണ്ണം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എത്രയാ സുഹൃത്തുക്കളെ? 3 എണ്ണം. അപ്പോ ഹൈഡ്രജന് പ്രധാനമായിട്ടും എത്ര ഐസോടോപ്പുകൾ ഉണ്ട് സുഹൃത്തുക്കളെ? 3 ഐസോടോപ്പുകൾ ഉണ്ട്. അവന്മാർ ആരൊക്കെയാ സുഹൃത്തുക്കളെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇങ്ങനെ 3 ഐസോടോപ്പുകളാണ് ആർക്കുള്ളത്? നമ്മുടെ ഹൈഡ്രജൻ ഉള്ളത്. ഒന്നുകൂടി പറയാം. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അവ ആരൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടിയത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ആദ്യത്തെ ഐസോടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയത്തെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈഡ്രജന്റെ ആദ്യത്തെ ഐസോടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയത്തെ പറ്റി. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് പ്രോട്ടിയം. സാധാരണ ഹൈഡ്രജൻ അറിയപ്പെടുന്ന പേര് പ്രോട്ടിയമാണ്. ഹൈഡ്രജന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. പഠിച്ചോളനെ. ഹൈഡ്രജന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് സുഹൃത്തുക്കളെ? അത് പ്രോട്ടിയമാണ്. മറക്കല്ലേ. കണ്ടോ സുഹൃത്തുക്കളെ ചിത്രത്തില്? ഇവിടെ എന്താണ്? പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അവിടെ ആരില്ല? ന്യൂട്രോൺ ഇല്ല. പിന്നെ ആരെയാ ഉള്ളത്? ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ഹൈഡ്രജന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് പ്രോട്ടിയം. ഹൈഡ്രജന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് പ്രോട്ടിയമാണ്. ഹൈഡ്രജന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് പ്രോട്ടിയമാണ്. ആമാശയത്തിലെയും കുടലിലെയും അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പഠിച്ചോളനെ. ആമാശയത്തിലെയും കുടലിലെയും അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സാധാരണ ഹൈഡ്രജൻ അല്ലെങ്കിൽ നോർമൽ അല്ലെങ്കിൽ കോമൺ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് പ്രോട്ടിയമാണ്. ഹൈഡ്രജന്റെ ഏറ്റവും ഭാരം കുറഞ്ഞ ഐസോടോപ്പ് പ്രോട്ടിയം. ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. ഹൈഡ്രജന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് എന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയമാണ്. ആമാശയത്തിലെയും കുടലിലെയും അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഡ്യൂട്ടീരിയം. അതായത് ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡ്യൂട്ടീരിയം അഥവാ D2. ഘന ഹൈഡ്രജൻ എന്ന പേരിലും ഘനജലം എന്ന പേരിലും അറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയ ചോദ്യമാണ് ഈ ഘനജലം എന്നുള്ളത്. പഠിച്ചോളണേ. ഘന ഹൈഡ്രജൻ എന്ന പേരിലും ഘനജലം എന്ന പേരിലും അറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ഡ്യൂട്ടീരിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 1 ആണ്. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. അപ്പോൾ പ്രോട്ടിയത്തില് ന്യൂട്രോണുകളെ ഇല്ലായിരുന്നു. ഡ്യൂട്ടീരിയത്തിലേക്ക് വന്നപ്പോൾ കണ്ടോ സുഹൃത്തുക്കളെ, ചിത്രത്തിൽ ശ്രദ്ധിക്കുക. ഒരു ന്യൂട്രോൺ എന്ത് ചെയ്തു? അവിടെ വന്ന് കയറി എക്സ്ട്രാ. അതുകൊണ്ടാണ് അവൻ പ്രോട്ടിയത്തിൽ നിന്ന് മാറി ആരായത്? ഡ്യൂട്ടീരിയമായി മാറിയത്. അപ്പോൾ ഡ്യൂട്ടീരിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം നേരത്തെ നമ്മൾ പ്രോട്ടിയത്തിൽ പറഞ്ഞ സെയിം തന്നെയാണ്. ഒരൊറ്റ പ്രോട്ടോണേ ഉള്ളൂ. എന്നാൽ ഡ്യൂട്ടീരിയത്തിൽ പുതിയൊരാൾ വന്നു. അയാളുടെ പേരാണ് ന്യൂട്രോണ്. അപ്പോൾ ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 1 ആണ്. ഭൂമിയിൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ 0.0156% ഡ്യൂട്ടീരിയമാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ ആണ്. പഠിച്ചോളണേ.
ഭൂമിയിൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ 0.015 ഡ്യൂട്ടീരിയമാണ്. HD എന്ന ചുരുക്ക രൂപത്തിൽ എഴുതുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം. പഠിച്ചോളണേ, HD എന്ന ചുരുക്ക രൂപത്തിൽ എഴുതുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയമാണ്. രണ്ടാം എന്നർത്ഥം വരുന്ന ഡീറ്ററോണിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡ്യൂട്ടീരിയം എന്ന പേര് ലഭിച്ചത്. രണ്ടാം എന്നർത്ഥം വരുന്ന ഡീറ്ററോൺസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡ്യൂട്ടീരിയത്തിന് ഈ പേര് ലഭിച്ചത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഡ്യൂട്ടീരിയത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഡ്യൂട്ടീരിയം അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോടോപ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഘന ഹൈഡ്രജൻ എന്നും ഘനജലം എന്ന പേരിലും അറിയപ്പെടുന്നത് ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1. ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? 1. അതായത് പ്രോട്ടിയത്തിനെ അപേക്ഷിച്ച് ഡ്യൂട്ടീരിയത്തിൽ എന്ത് ചെയ്തു? ഒരു ന്യൂട്രോൺ എക്സ്ട്രാ വന്ന് കയറി എന്നങ്ങ് പഠിക്കുക. ഭൂമിയിൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ 0.015 ആരാണ്? ഡ്യൂട്ടീരിയമാണ്. HD എന്ന ചുരുക്ക രൂപത്തിൽ എഴുതപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂട്ടീരിയം. പഠിച്ചോളണേ, HD എന്ന ചുരുക്ക രൂപത്തിൽ എഴുതുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. രണ്ടാം എന്നർത്ഥം വരുന്ന ഡീറ്ററോൺസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡ്യൂട്ടീരിയം എന്ന പേര് ലഭിച്ചത്. പഠിക്കുക. 1931 ഹരോൾഡ് യൂറി ഡ്യൂട്ടീരിയം കണ്ടെത്തുകയും 1934 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. എന്തിനാണ്? ഈ ഡ്യൂട്ടീരിയത്തിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ ഹൈഡ്രജന്റെ ഐസോടോപ്പിന്റെ കണ്ടെത്തലില് നമ്മുടെ ഹരോൾഡ് യൂറിക്ക് 1934 എന്ത് ചെയ്തു? നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. 1931 ഹരോൾഡ് യൂറിയാണ് ഡ്യൂട്ടീരിയം കണ്ടെത്തിയത്. 1934 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. പ്രോട്ടോടൈപ്പ് ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. അപ്പൊ ഡ്യൂട്ടീരിയം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? പ്രോട്ടോടൈപ്പ് ഫ്യൂഷൻ റിയാക്ടറുകളിലാണ് ഡ്യൂട്ടീരിയം കൂടുതലായി ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഇത് ട്രേസറായി ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഇത് ട്രേസറായി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടീരിയം പ്രോട്ടോടൈപ്പ് ഫ്യൂഷൻ റിയാക്ടറുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ട്രേസറായും ഉപയോഗിക്കുന്നു ഡ്യൂട്ടീരിയം. ഫിഷൻ റിയാക്ടറുകളിലെ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നതിന് മോഡറേറ്ററായി ഹെവി വാട്ടറായ ഡ്യൂട്ടീരിയം ഉപയോഗിക്കുന്നു. ഫ്യൂഷൻ റിയാക്ടറുകളിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡറേറ്റഡ് ആയിട്ടുള്ള ഹെവി വാട്ടർ ആയ ഡ്യൂട്ടീരിയം എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. 1931 ഹരോൾഡ് യൂറി ഡ്യൂട്ടീരിയം കണ്ടെത്തുകയും 1934 ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. പ്രോട്ടോടൈപ്പ് ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ആരാണ്? ഡ്യൂട്ടീരിയമാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഇതൊരു ട്രേസർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ആരെയാണ്? നമ്മുടെ ഡ്യൂട്ടീരിയത്തിനെ. അതുപോലെ തന്നെ ഫിഷൻ റിയാക്ടറുകളില് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന മോഡറേറ്റർ ആയിട്ട് ഹെവി വാട്ടർ ആയിട്ടുള്ള ഡ്യൂട്ടീരിയം ഉപയോഗിക്കുകയും ചെയ്യുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോടോപ്പ് ആയിട്ടുള്ള ട്രിഷിയത്തെ പറ്റിയിട്ടാണ്. ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോടോപ്പ് ആയിട്ടുള്ള ട്രിഷിയത്തിനെ പറ്റിയിട്ടാണ്. റേഡിയോ ആക്ടിവിറ്റി സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷിയം. പഠിച്ചോളനെ, റേഡിയോ ആക്ടിവിറ്റി സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷിയം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കുക. റേഡിയോ ആക്ടിവിറ്റി സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ട്രിഷിയം. താഴ്ന്ന അളവിലുള്ള ബീറ്റ കണങ്ങളെയാണ് ട്രിഷിയം പുറത്തുവിടുന്നത്. പഠിച്ചോളുക. താഴ്ന്ന അളവിലുള്ള ബീറ്റ കണങ്ങളെയാണ്, ആരെയാണ്? നമ്മുടെ ബീറ്റ കണങ്ങളെയാണ് ട്രിഷിയം പുറത്തുവിടുന്നത്. ട്രിഷിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1 തന്നെയാണ്. ട്രിഷിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കോമൺ ഫീച്ചർ ഇവിടെ കിട്ടിയേ. അതായത് നമ്മുടെ ഹൈഡ്രജന്റെ 3 പ്രധാനപ്പെട്ട ഐസോടോപ്പുകളിലും പ്രോട്ടോണിന്റെ എണ്ണത്തിന് ഒരു വ്യത്യാസവുമില്ല. അവൻ എത്രയാണ്? 1 തന്നെയാണ്. പിന്നെ ആരാണ് ചേഞ്ച് ചെയ്യുന്നത്? ആരാണ്? നമ്മുടെ ന്യൂട്രോൺ മാത്രമാണ്. ആരാണ്? ന്യൂട്രോൺ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. പ്രോട്ടോണിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോ പ്രോട്ടിയം ആയാലും ഡ്യൂട്ടീരിയം ആയാലും ട്രിഷിയം ആയാലും പ്രോട്ടോണുകളുടെ എണ്ണം എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ട്രിഷിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 2 ആണ്. ട്രിഷിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? 2 ആണ്. ട്രിഷിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 2 ആണ്. കണ്ടോ സുഹൃത്തുക്കളെ ചിത്രത്തില്? ഒരു പ്രോട്ടോണിന്റെ അടുത്ത് 2 ന്യൂട്രോൺ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോ പ്രോട്ടോൺ ഒന്നേ ഉള്ളൂ ഇതിലെ ട്രിഷിയത്തില്. എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണമാണ് എന്ത്? വ്യത്യാസം വരുന്നത്. അപ്പോ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോണുകളുണ്ട്? 1 ന്യൂട്രോണുകളും ഇല്ല.
ഡ്യൂട്ടീരിയത്തിൽ എത്ര ന്യൂട്രോണുകളുണ്ട്? ഒരൊറ്റ ന്യൂട്രോണേ ഉള്ളൂ. ഇനി ട്രിഷ്യത്തിലാണെങ്കിൽ എത്ര ന്യൂട്രോണുകളുണ്ട് സുഹൃത്തുക്കളെ? 2 ന്യൂട്രോണുകളാണുള്ളത്. പഠിക്കുക. ട്രിഷ്യത്തിന്റെ അർദ്ധായുസ് 12.33 വർഷമാണ്. പഠിച്ചോളനെ. ട്രിഷ്യം എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണെന്ന് പറഞ്ഞു. ഏതൊരു റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള മൂലകമായാലും അല്ലെങ്കിൽ ഒരു ഐസോട്ടോപ്പ് ആയാലും അതിനെ ഡീക്കേയിങ് സംഭവിക്കും, അല്ലെങ്കിൽ നാശം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ നാശം സംഭവിച്ചത് പകുതിയാകുന്നതിന് എത്ര വർഷം വേണം? അതിനാണ് നമ്മൾ അർദ്ധായുസ് എന്ന് പറയുന്നത്. അത് 12.33 വർഷമാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? ട്രിഷ്യത്തെ വെച്ച് നോക്കുമ്പോൾ. പഠിക്കുക. ഒന്നുകൂടി പറയാം. റേഡിയോ ആക്ടിവിറ്റി സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ്. താഴ്ന്ന അളവിലുള്ള ബീറ്റ കണങ്ങളെയാണ് ട്രിഷ്യം പുറത്തുവിടുന്നത്. ട്രിഷ്യത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ചോദിച്ചാൽ 1 ട്രിഷ്യത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 2 ട്രിഷ്യത്തിന്റെ അർദ്ധായുസ് 12.33 വർഷമാണ്. പഠിക്കുക. അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായി കോസ്മിക് കിരണങ്ങളുടെ സംയോജനം മൂലം പ്രകൃതിയിൽ ട്രിഷ്യം രൂപപ്പെടുന്നുണ്ട്. പഠിച്ചോളനെ. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കും, മറക്കരുത്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായിട്ട് കോസ്മിക് കിരണങ്ങളുടെ സംയോജനം അല്ലെങ്കിൽ കോസ്മിക് കിരണങ്ങൾ കൂട്ടിമുട്ടുമ്പോഴേ പ്രകൃതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രിഷ്യം രൂപപ്പെടുന്നുണ്ട്. ഹീലിയം 3 വിഘടിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. മറക്കല്ലേ. ഹീലിയം 3 ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഊർജ്ജ സോഴ്സ് ആണ് ഹീലിയം 3. അപ്പോൾ ഈ ഹീലിയം 3 വിഘടിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യമാണ്. ഹീലിയം 3 വിഘടിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രിഷ്യമാണ്. നിയന്ത്രിത ന്യൂക്ലിയർ ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബുകൾ, ആണവായുധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ്. പഠിച്ചോളനെ. നിയന്ത്രിത ന്യൂക്ലിയർ ഫ്യൂഷൻ, അതുപോലെ ഹൈഡ്രജൻ ബോംബുകളുടെ നിർമ്മാണം, ആണവായുധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായുള്ള കോസ്മിക് കിരണങ്ങളുടെ സംയോജനം അല്ലെങ്കിൽ അവർ കൂട്ടിക്കലരുമ്പോൾ പ്രകൃതിയിൽ തന്നെ ട്രിഷ്യം എന്ത് ചെയ്യുന്നുണ്ട്? രൂപപ്പെടുന്നുണ്ട്. ഹീലിയം 3 വിഘടിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യമാണ്. നിയന്ത്രിത ന്യൂക്ലിയർ ഫ്യൂഷൻ, ഹൈഡ്രജൻ ബോംബുകൾ, ആണവായുധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹൈഡ്രജന്റെ നിർമ്മാണം ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് നാൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജന്റെ നിർമ്മാണം. പ്രധാനമായും പരീക്ഷണശാലകളിൽ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് സിങ്കുതരികളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തുകൊണ്ടാണ്. കാരണം എന്താ സുഹൃത്തുക്കളെ? പരീക്ഷണശാലകളിൽ ബൾക്കായിട്ട് ഹൈഡ്രജന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് പരീക്ഷണശാലകളിൽ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് സിങ്കുതരികളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തുകൊണ്ടാണ്. എന്താണ്? സിങ്കുതരികളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തുകൊണ്ടാണ് നമ്മുടെ പരീക്ഷണശാലകളിൽ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. അതായത് Zn എന്ന് വെച്ചാൽ സിങ്ക്, അതിനകത്ത് 2 HCl അല്ലെങ്കിൽ നമ്മൾ HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിങ്ക് ക്ലോറൈഡും അതിനോടൊപ്പം ഹൈഡ്രജൻ വാതകവും ലഭിക്കുന്നു. ഈ ഹൈഡ്രജൻ വാതകത്തിന് നമ്മൾ പരീക്ഷണശാലയിലെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. സിങ്കിന്റെയോടൊപ്പം ഒരല്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻ സംഭവിച്ച് സിങ്ക് ക്ലോറൈഡ് ഉണ്ടാവുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ വാതകം അതിനകത്ത് നിന്നും പുറത്തു വരികയും ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ വാതകം നമുക്ക് പരീക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും കഴിയും. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയും. സിങ്കുതരികളിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഹൈഡ്രജൻ നിർമ്മിക്കുവാൻ കഴിയുന്നു. സിങ്കുതരികളിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് NaOH എന്ന് പറയും കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ NaOH എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കുതരികളില് അല്ലെങ്കിൽ Zn-നകത്ത് എന്ത് ചേർത്ത് കൊടുക്കണം? സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് നിർമ്മിക്കാൻ കഴിയും? ഹൈഡ്രജൻ നിർമ്മിക്കാൻ കഴിയും. അതായത് സിങ്കിനോടൊപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ നമുക്ക് Na2ZnO2 എന്ന് പറഞ്ഞൊരു പദാർത്ഥം ഉണ്ടാവും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് സോഡിയം സിങ്കേറ്റ് കേട്ടോ. അപ്പോ നമ്മുടെ സിങ്കുതരികളിലോടൊപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ നമുക്ക് 2 പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. ഒന്നെന്താണ്? സോഡിയം സിങ്കേറ്റും അതിനോടൊപ്പം നമുക്ക് വേണ്ട ആരാണ്? ഹൈഡ്രജനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു വരുന്നു ആ റിയാക്ഷൻ വഴി. ഇങ്ങനെ പുറത്തു വരുന്ന ഹൈഡ്രജനെ നമുക്ക് പരീക്ഷണശാലയിൽ എന്താണ്? ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നമുക്ക് ഒരുപാട് ഹൈഡ്രജന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ നല്ല പ്യുവർ അല്ലെങ്കിൽ നല്ല 99.9% നല്ല ക്വാളിറ്റി ഉള്ള ഹൈഡ്രജൻ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തോതിലുള്ള ഇത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ പരീക്ഷണശാലകളിൽ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്നത് പഠിക്കുക. വ്യാവസായികമായി ഹൈഡ്രജന്റെ ഉത്പാദനം. സുഹൃത്തുക്കളെ, വ്യാവസായികമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒന്നും ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ അളവ് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും അവയ്ക്ക് അളവ് വളരെ കുറവായിരിക്കും.
അതുകൊണ്ട് അത് വ്യാവസായികമായുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഭയങ്കര ചെലവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുതിയ മാർഗങ്ങൾ എന്ത് ചെയ്തു കണ്ടെത്തിയ ഹൈഡ്രജൻ ഉൽപാദനത്തിന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നിലവിൽ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ 77% പെട്രോ കെമിക്കലുകളിൽ നിന്നുമാണ്. പഠിച്ചോളനെ, നിലവില് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ 77% പെട്രോ കെമിക്കലുകളിൽ നിന്നുമാണ്. 18% ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നുമാണ്. 4% ഹൈഡ്രജൻ ജലീല ലായനിയിലൂടെ വൈദ്യുത വിശ്ലേഷണം ചെയ്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ജലത്തിനെ നമ്മൾ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നർത്ഥം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോ 18% ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നുമാണ്. 4% ഹൈഡ്രജൻ നമ്മൾ ജലീല ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം ചെയ്തും ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഭൂമിയിലെ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഹൈഡ്രജന്റെ അളവ് 1%. പഠിച്ചോളനെ, ഭൂമിയിലെ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രജന്റെ അളവ് എത്രയാണ്? 1%. വ്യാവസായികമായി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബോഷ് പ്രോസസ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം പഠിക്കുക. വ്യാവസായികമായി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബോഷ് പ്രോസസ്. എന്താ പ്രോസസ്സിന്റെ പേര്? ബോഷ് പ്രോസസ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിലവിലുള്ള വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന്റെ 77% പെട്രോ കെമിക്കലുകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 18% ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നും. 4% ഹൈഡ്രജൻ ജലീല ലായനികളുടെ വൈദ്യുത വിശ്ലേഷണം വഴിയുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭൂമിയിലെ സ്രോതസ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഹൈഡ്രജന്റെ അളവ് 1%. വ്യാവസായികമായി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബോഷ് പ്രോസസ്. എന്താണ് ബോഷ് പ്രോസസ്? പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ബോഷ് പ്രോസസ്. ഒരിക്കൽ PSC പ്രീവിയസ് ആയിട്ട് നമ്മുടെ +2 ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മുടെ 10ാം ക്ലാസ്സിലും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, ബോഷ് പ്രോസസ്സിനെ പറ്റിയിട്ട്. ബോഷ് പ്രോസസ് എന്താണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ബോഷ് പ്രക്രിയയ്ക്ക് വേണ്ട താപനില 400 ഡിഗ്രി മുതൽ 650 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പഠിച്ചോളനെ, ബോഷ് പ്രക്രിയയ്ക്ക് ആവശ്യം വേണ്ടി വരുന്ന താപനില എത്രയാണ്? 400 ഡിഗ്രിക്കും 650 ഡിഗ്രിക്കും ഇടയിലുള്ള താപനിലയാണ്. ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം കൽക്കരി അല്ലെങ്കിൽ നമ്മൾ പറയും കോക്ക് എന്ന് കേട്ടോ. കൽക്കരി അല്ലെങ്കിൽ കോക്കാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് അയൺ ക്രോമേറ്റ്. പഠിച്ചോളനെ, ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? അയൺ ക്രോമേറ്റ് ആണ്. ബോഷ് പ്രക്രിയയിലൂടെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ബോഷ് പ്രക്രിയയുടെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? കാർബണിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം കാർബണിന്റെ മറ്റൊരു രൂപാന്തരമാണ് കൽക്കരി അല്ലേ സുഹൃത്തുക്കളെ? കൽക്കരി അല്ലെങ്കിൽ നമുക്ക് പറയാം കോക്ക് അല്ലെ. കോക്ക് എന്നോ കൽക്കരി എന്നോ കാർബൺ എന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ കാർബൺ ആണ് നമ്മുടെ ബോഷ് പ്രോസസിന്റെ പ്രധാനപ്പെട്ട വ്യക്തി. അതിൻ്റെയോടൊപ്പം എന്തുണ്ട്? H2O അഥവാ ജലം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. വെറുതെ ജലമല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, നീരാവിയാക്കിയ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലുമുള്ള ജലത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബണിന്റെ മുകളിലൂടെ കടത്തിവിടുന്നത്. ആ സമയത്ത് നമ്മുടെ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ നേരെ പോയി കാർബണുമായിട്ട് അങ്ങ് ഒട്ടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുകയും ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഹൈഡ്രജൻ വാതകം സെപ്പറേറ്റ് ആയിട്ട് രൂപപ്പെടുകയും ചെയ്യും. പക്ഷെ ഈ ഹൈഡ്രജൻ വാതകം ആ താപനില കൂടുതലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാർബൺ മോണോക്സൈഡുമായിട്ട് കൂടിച്ചേർന്ന് കാണപ്പെടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്ന്. എന്താണ്? വാട്ടർ ഗ്യാസ് എന്ന്. അപ്പൊ മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്തെന്ന്? അതായത് കാർബൺ അല്ലെങ്കിൽ കൽക്കരിനെ അല്ലെങ്കിൽ കോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല താപനിലയും നല്ല പ്രഷറിലും ഇരിക്കുന്ന ജലത്തിന്റെ നീരാവിയിലൂടെ എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ചാടിക്കേറി കാർബണുമായിട്ട് ചേർന്നുകൊണ്ട് കാർബൺ മോണോക്സൈഡ് രൂപപ്പെടുകയും അതിനോടൊപ്പം എന്ത് ചെയ്യും? ഹൈഡ്രജൻ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ കൂടിച്ചേർന്നായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിന് കാരണം എന്ന് ചോദിച്ചാൽ അതീവ താപനിലയും അതുപോലെയുള്ള അവിടുത്തെ പ്രഷറുമാണ്. ഇതുകൊണ്ട് ഇവന്മാർ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒന്നിച്ചു ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. ഈ മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ ഈ മിശ്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക.
ബോഷ് പ്രക്രിയയ്ക്ക് വേണ്ട താപനില എത്രയാണ്? 400 ഡിഗ്രിക്കും 680 ഡിഗ്രിക്കും ഇടയിലുള്ള ഒരു താപനിലയാണ്. ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം കൽക്കരി അല്ലെങ്കിൽ കോക്ക് അല്ലെങ്കിൽ കാർബൺ. ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? അയൺ ക്രോമേറ്റ് ആണ്. മറക്കല്ലേ, PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബോഷ് പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അയൺ ക്രോമേറ്റ് ആണ്. ബോഷ് പ്രക്രിയയുടെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. അപ്പോൾ വാട്ടർ ഗ്യാസ് എന്ന് വെച്ചാൽ ആരുടെയൊക്കെ മിശ്രിതമാണ് സുഹൃത്തുക്കളെ? കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെഥനോളും പലതരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. മെഥനോളും പലതരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മിശ്രിതം ഏത് എന്ന് ചോദിച്ചാൽ അത് വാട്ടർ ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ഗ്യാസ് എന്നും സിൻ ഗ്യാസ് എന്നും അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ് ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ടെക്സ്റ്റ് ബുക്ക് പോയിന്റ് ആണ്. സിന്തറ്റിക് ഗ്യാസ് എന്നും സിൻ ഗ്യാസ് എന്നും അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ് ആണ്. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ വാട്ടർ ഗ്യാസ്? സിന്തറ്റിക് ഗ്യാസ് എന്നും സിൻ ഗ്യാസ് എന്നും അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ വാട്ടർ ഗ്യാസ് ആണ്. വാട്ടർ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ആരൊക്കെയാ സുഹൃത്തുക്കളെ? കാർബൺ മോണോക്സൈഡും അതിനോടൊപ്പം ആരാണ്? ഹൈഡ്രജൻ വാതകവുമാണ്. അത് മറക്കാതെ പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മലിനജലം, അറക്കപ്പൊടി, വർത്തമാന പത്രങ്ങൾ എന്നിവയിൽ നിന്നും ഇപ്പോൾ നമ്മൾ വാട്ടർ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മലിനജലം, അറക്കപ്പൊടി, വർത്തമാന പത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പത്രങ്ങൾ കേട്ടോ, അതിനകത്തൊക്കെ കാർബൺ ഉണ്ടല്ലോ പ്രിന്റ് ചെയ്യുമ്പോൾ, അതിൽ നിന്നെല്ലാം നമ്മൾ വാട്ടർ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൽക്കരിയിൽ നിന്നുള്ള വാട്ടർ ഗ്യാസിന്റെ ഉൽപാദനം അറിയപ്പെടുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഇതും PSC പ്രീവിയസ് ആയി ഡിഗ്രി ലെവൽ ഒരിക്കൽ ചോദിച്ചതാണ്. കൽക്കരിയിൽ നിന്നുള്ള വാട്ടർ ഗ്യാസിന്റെ ഉൽപാദനം അറിയപ്പെടുന്ന പേരെന്താണ്? കോൾ ഗ്യാസിഫിക്കേഷൻ. അന്ന് PSC ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, കോൾ ഗ്യാസിഫിക്കേഷൻ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ്? ഉത്തരം വാട്ടർ ഗ്യാസ്. കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതാ സുഹൃത്തുക്കളെ? വാട്ടർ ഗ്യാസ് ആണ്. പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം, മെഥനോളും പലതരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മിശ്രിതം വാട്ടർ ഗ്യാസ്. സിന്തറ്റിക് ഗ്യാസ് എന്നും സിൻ ഗ്യാസ് എന്നും അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ്. മലിനജലം, അറക്കപ്പൊടി, വർത്തമാന പത്രങ്ങൾ എന്നിവയിൽ നിന്നും വാട്ടർ ഗ്യാസ് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. കൽക്കരിയിൽ നിന്നുള്ള വാട്ടർ ഗ്യാസിന്റെ ഉൽപാദനം അറിയപ്പെടുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഇവിടെ നിന്ന് PSC ഡിഗ്രി ലെവൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, കോൾ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ്? ഉത്തരം വാട്ടർ ഗ്യാസ് ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹൈഡ്രജന്റെ ഭൗതിക ഗുണങ്ങൾ. ഹൈഡ്രജന്റെ ഭൗതിക ഗുണങ്ങൾ: നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ. അല്ലേ സുഹൃത്തുക്കളെ? നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ. വളരെ വേഗം തീ പിടിക്കുന്നത് കൊണ്ട് തന്നെ കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വളരെ വേഗം തീ പിടിക്കുന്നത് കൊണ്ട് തന്നെ കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഇവിടെ നമ്മൾ ഒന്ന് സ്റ്റാർ ചെയ്ത് പഠിക്കേണ്ട കാര്യം, നമ്മുടെ വാന നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളില് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീലിയമാണ്. എന്താണ്? ഹീലിയമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? വളരെ ഉയരത്തിലോട്ട് പോകും, പെട്ടെന്ന് വികസിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും കേട്ടോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹീലിയം ഉപയോഗിക്കുന്നത് കേട്ടോ. ഹീലിയത്തിൽ നിന്ന് കണക്കുള്ള പ്രശ്നമൊന്നുമില്ല, ഹീലിയം കത്തയും പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും സേഫ് ആയിട്ടും ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അതുകൊണ്ടാണ് വാന നിരീക്ഷണ ബലൂണുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹീലിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക, വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഇവിടെ മാറ്റി പഠിക്കേണ്ട പോയിന്റ് എന്താ പറഞ്ഞത്? വാന നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീലിയമാണ്. അതിനുള്ള കാരണം, ഹീലിയം എന്ന് പറയുന്നത് അധികം താപനില കൊണ്ടാലൊന്നും പെട്ടെന്ന് അവൻ വികസിക്കത്തില്ല, അതുപോലെ തന്നെ കത്തത്തുമില്ല ഹീലിയം. അതുകൊണ്ട് നമുക്ക് ഹീലിയം ബലൂണുകൾ വളരെ ഉയരത്തിലേക്ക് ഉയർത്തിവിടാൻ കഴിയുന്നു. പഠിക്കുക. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കാറില്ല. ഇതൊരിക്കൽ PSC LD ലെവൽ ചോദിച്ചതാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കാറില്ല. ശരിയാണ്, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കാറില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൈഡ്രജന്റെ ഭൗതിക ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ. വളരെ വേഗം തീ പിടിക്കുന്നത് കൊണ്ട് തന്നെ കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഇവിടെ നമ്മൾ തിരുത്തി പഠിക്കാനുള്ളത്, വാന നിരീക്ഷണ ബലൂണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹീലിയം താപനിലയ്ക്ക് അനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, അവന് വികാസം സംഭവിക്കുന്നില്ല. അതുപോലെ എന്താണ്,
പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വാതകമല്ല ഹീലിയം, അതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നതുമില്ല, പഠിക്കുക. അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്താണ്, ജലത്തിൽ ലയിക്കാറില്ല. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പഠിച്ചോളെ. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കാറില്ല, അതായത് ഒന്നുമില്ല സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ സോഡ ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ച നമ്മുടെ ജലമില്ലേ സോഡ എന്ന് പറയുന്ന, അതുപോലെ നമ്മൾ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് വന്നിട്ട് ജലത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ അടിച്ചു കയറ്റുന്നത് പോലെ അടിച്ചു കയറ്റി നിറച്ചുകൊണ്ടൊന്നും കൊണ്ട് നടക്കാൻ പറ്റൂല എന്നർത്ഥം കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ ജലത്തില് ലയിക്കാറില്ല, പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രജന്റെ രാസഗുണങ്ങളാണ്. സാധാരണ താപനിലയിൽ നിഷ്ക്രിയ സ്വഭാവം കാണിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ താപനിലയിലെ നിഷ്ക്രിയ സ്വഭാവം, അതായത് ഒരു പാവപ്പെട്ടവനെ പോലെ ഇരിക്കും കേട്ടോ. നിഷ്ക്രിയ സ്വഭാവം കാണിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഉയർന്ന താപനിലയിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടുകൾ തകർക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ താപനിലയിൽ യാരുമായിട്ടും ഒരു പ്രശ്നം, ഒരു മൂലകവുമായിട്ടും ചേരാതെ മിണ്ടാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉയർന്ന താപനിലയിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടുകളെ തകർക്കുവാൻ കഴിയുള്ളൂ. ഉയർന്ന ഊഷ്മാവിൽ വൈദ്യുത ആർക്ക് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് വികിരണം ഉപയോഗിച്ചാണ് അറ്റോമിക ഹൈഡ്രജനെ നമ്മൾ നിർമ്മിക്കുന്നത്. ഉയർന്ന ഊഷ്മാവിലെ വൈദ്യുത ആർക്ക് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് വികിരണം ഉപയോഗിച്ചാണ് നമ്മൾ അറ്റോമിക ഹൈഡ്രജൻ എന്താണ് നിർമ്മിക്കുന്നത്. ഹൈഡ്രജൻ ഹാലജനുകളുമായി പ്രവർത്തിച്ച് ഹാലൈഡുകൾ ഉത്പാദിപ്പിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രജൻ ഹാലജനുകളുമായി പ്രവർത്തിച്ച് ഹാലൈഡുകൾ ഉത്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലം നിർമ്മിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലം ഉത്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നു. ഹൈഡ്രജൻ നൈട്രജനുമായി ചേർന്ന് അമോണിയ ഉത്പാദിപ്പിക്കുന്നു. ഇത് 3 PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റ്സ് ആണ്, പഠിക്കുക. ഹൈഡ്രജൻ ഹാലജനുമായി പ്രവർത്തിക്കുമ്പോൾ ഹാലൈഡുകൾ ഉത്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജലം നിർമ്മിക്കപ്പെടുന്നു. ഹൈഡ്രജൻ നൈട്രജനുമായി ചേർന്നാണ് അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. പഠിച്ചോളെ, ഹൈഡ്രജൻ നൈട്രജനുമായി ചേർന്ന് കഴിഞ്ഞാൽ ആര് ഉത്പാദിപ്പിക്കപ്പെടും? അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സാധാരണ താപനിലയിൽ നിഷ്ക്രിയ സ്വഭാവം കാണിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഉയർന്ന താപനിലയിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടുകളെ തകർക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ താപനിലയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ പാവത്താനെ പോലെ ഒരു നിഷ്ക്രിയ സ്വഭാവത്തോടുകൂടി ആരിയിരിക്കുന്നത്? ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഉയർന്ന ഊഷ്മാവിൽ വൈദ്യുത ആർക്ക് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ അറ്റോമിക ഹൈഡ്രജനെ നിർമ്മിക്കുന്നത്. ഹൈഡ്രജൻ ഹാലജനുകളുമായി പ്രവർത്തിച്ച് ഹാലൈഡുകൾ ഉത്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലം നിർമ്മിക്കപ്പെടുന്നു. ഹൈഡ്രജൻ നൈട്രജനുമായി ചേർന്ന് അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്നു. പഠിക്കുക. അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഹൈഡ്രജനും നമ്മുടെ നൈട്രജനും തമ്മിൽ ചേർന്നിട്ട് NH3 അല്ലെങ്കിൽ അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ. മറക്കല്ലേ, ഹൈഡ്രജനും നൈട്രജനും തമ്മിൽ കൂടിച്ചേർന്ന് അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ. ഹൈഡ്രജൻ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് മെറ്റൽ ഹൈഡ്രേറ്റുകൾ ഉണ്ടാകുന്നു. പഠിക്കുക. ഹൈഡ്രജൻ ലോഹങ്ങളുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? മെറ്റൽ ഹൈഡ്രേറ്റുകളാണ് ഉണ്ടാകുന്നത്. കാർബൺ സംയുക്തങ്ങളുമായുള്ള ഹൈഡ്രജന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ആദ്യം 2 പോയിന്റ് പറഞ്ഞത്? അമോണിയ ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ ഹേബർ പ്രക്രിയ എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് NH3 എന്ന അമോണിയ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രോസസ് അല്ലെങ്കിൽ ഹേബർ പ്രക്രിയ. ഹൈഡ്രജൻ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് മെറ്റൽ ഹൈഡ്രേറ്റുകൾ ഉണ്ടാകുന്നു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കാർബൺ സംയുക്തങ്ങളുമായുള്ള ഹൈഡ്രജന്റെ പ്രവർത്തനമാണ്. കാർബൺ സംയുക്തങ്ങളുമായി ഹൈഡ്രജൻ പ്രവർത്തിക്കണമെങ്കിൽ ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. കാർബൺ സംയുക്തങ്ങളുമായിട്ട് ഹൈഡ്രജൻ പ്രവർത്തിക്കണമെങ്കിൽ ഉൾപ്രേരകങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. നിക്കൽ ഉൾപ്രേരകമായി ഉപയോഗിച്ചുകൊണ്ട് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ട് ഭക്ഷ്യയോഗ്യമായ കൃത്രിമ നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് വനസ്പതി അല്ലെങ്കിൽ മെർജറിൻ. ഇത് പുതിയ പേരാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പഠിച്ചോളനെ. മെർജറിൻ. അപ്പോ മറക്കല്ലേ, നിക്കൽ ഉൾപ്രേരകമായി ഉപയോഗിച്ചുകൊണ്ട് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ട് ഭക്ഷ്യയോഗ്യമായ കൃത്രിമ നെയ്യ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു. ഇവയാണ് വനസ്പതി അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? മെർജറിൻ എന്നും പറയും. വനസ്പതിയും മെർജറിൻ എന്നൊക്കെ പറയുന്നത് കൃത്രിമ നെയ്യാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാൽഡ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നില്ല സുഹൃത്തുക്കളെ, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? വനസ്പതി എന്ന് പറയുന്നത് കേട്ടോ. ഡാൽഡ എന്ന് പറയുന്ന സാധനം തന്നെയാണ് നമ്മുടെ വനസ്പതി എന്ന് പറയുന്നത്, ഓർക്കുക. അപ്പോ കാർബൺ സംയുക്തങ്ങളുമായിട്ട് ഹൈഡ്രജൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്.
നിക്കൽ ഉൾപ്രേരകമായി ഉപയോഗിച്ചുകൊണ്ട് സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ട് ഭക്ഷ്യയോഗ്യമായ കൃത്രിമനെയ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് വനസ്പതിയും അതുപോലെ തന്നെ മെർജറീൻ. ആ പേരങ്ങ് പഠിച്ചോളൂ, എന്താണ് മെർജറീൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡാൽഡയാണ് വനസ്പതിക്ക് പ്രധാനപ്പെട്ട ഉദാഹരണം. ഒലിഫീനുകളെ ഹൈഡ്രോഫോർമാലീകരണത്തിന് വിധേയമാക്കിക്കൊണ്ട് ആൽഡിഹൈഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഡിഹൈഡുകൾ നിരോക്സീകരണത്തിന് വിധേയമാക്കിക്കൊണ്ട് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ്? ഒലിഫീനുകളെ ഹൈഡ്രോഫോർമാലീകരണത്തിന് വിധേയമാക്കിക്കൊണ്ട് ആൽഡിഹൈഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ആൽഡിഹൈഡുകളെ നിരോക്സീകരണത്തിന് വിധേയമാക്കിക്കൊണ്ട് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആൽക്കഹോളിന്റെ ഉൽപാദനത്തിന് പിന്നിൽ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. മറക്കല്ലേ, ആൽക്കഹോളിന്റെ ഉൽപാദനത്തിന് പിന്നിൽ ആര് ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ. ഇതും PSC യുടെ സ്ഥിരം ചോദ്യ മേഖലയാണ്. ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ. അമോണിയയുടെ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായ പദാർത്ഥം ഹൈഡ്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അമോണിയയുടെ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള പദാർത്ഥമാണ് ഹൈഡ്രജൻ. നൈട്രിക് ആസിഡ് നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ ഉൽപാദനത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡിന്റെ ഉൽപാദനം, അതായത് നമ്മുടെ HNO3 എന്ന് പറയുന്ന നൈട്രിക് ആസിഡ്, അതുപോലെ തന്നെ നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെ ഉൽപാദനത്തിനും ആരുപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. സോയാബീൻ, പരുത്തി വിത്തുകൾ തുടങ്ങിയവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സസ്യ എണ്ണകളിൽ നിന്നും വനസ്പതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടെ എടുത്തു പറഞ്ഞതിന്റെ കാര്യം ചിലപ്പോൾ PSC ഇങ്ങനെ കുരുക്കാൻ ചോദിക്കും. സോയാബീൻ, പരുത്തി വിത്തുകൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സസ്യ എണ്ണകളിൽ നിന്നും വനസ്പതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ബൾബ് കത്തും. അതുകൊണ്ട് പ്രശ്നമുണ്ടാവരുത്. അതും ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. വനസ്പതി ഉൽപാദനമാണോ, അതിൽ ആര് വേണം? ഹൈഡ്രജൻ വേണം. മെഥനോളിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെഥനോളിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ. ധാരാളം ഉപയോഗങ്ങളുള്ള ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. മറക്കല്ലേ, ധാരാളം ഉപയോഗങ്ങളുള്ള ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. മറക്കരുത്. ഒന്നുകൂടി പറയാം. അമോണിയയുടെ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായ പദാർത്ഥമാണ് ഹൈഡ്രജൻ. നൈട്രിക് ആസിഡും നൈട്രജൻ അടങ്ങിയ വളങ്ങളുടെയും ഉൽപാദനത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. സോയാബീൻ, പരുത്തി വിത്തുകൾ തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യ എണ്ണകളിൽ നിന്നും വനസ്പതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. മെഥനോളിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഹൈഡ്രജൻ. ധാരാളം ഉപയോഗങ്ങളുള്ള ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ നിർമ്മാണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. പഠിക്കുക. ലോഹങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ ലോഹ ഓക്സൈഡുകളുടെ നിരോക്സീകരണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ലോഹങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ ലോഹ ഓക്സൈഡുകളുടെ നിരോക്സീകരണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ലോഹങ്ങൾ മുറിക്കുന്നതിനും വിളക്കി ചേർക്കുന്നതിനും ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്. ലോഹങ്ങളെ മുറിച്ചു മാറ്റുന്നതിനും വിളക്കി ചേർക്കുന്നതിനും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് റോക്കറ്റുകളിൽ ഇന്ധനമായി ദ്രവ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ബഹിരാകാശ ഗവേഷണ രംഗത്ത് റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ ആണ്. വൈദ്യുതി ഉൽപാദനത്തിനുള്ള ഫ്യൂവൽ സെല്ലുകൾ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്. വൈദ്യുതി ഉൽപാദനത്തിനുള്ള ഫ്യൂവൽ സെല്ലുകളിൽ ആര് ഉപയോഗിക്കുന്നുണ്ട്? ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട്. പരിസര മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അല്ലെങ്കിൽ ദ ഗ്രീൻ ഫ്യൂവൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. മറക്കല്ലേ, ഗ്രീൻ ഫ്യൂവൽ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ പരിസര മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോഹങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ ലോഹ ഓക്സൈഡുകളുടെ നിരോക്സീകരണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ മുറിക്കുവാനോ വിളക്കി ചേർക്കുവാനോ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് റോക്കറ്റുകളുടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവ ഹൈഡ്രജൻ ആണ്. വൈദ്യുത ഉൽപാദനത്തിനുള്ള ഫ്യൂവൽ സെല്ലുകളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. പരിസര മലിനീകരണം ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ദ ഗ്രീൻ ഫ്യൂവൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഹൈഡ്രജന്റെ പ്രധാന സംയുക്തങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തം ആരെന്ന് ചോദിച്ചാൽ H2O അഥവാ ജലമാണ്. ഇത് നമ്മളിവിടെ പഠിക്കുന്നില്ല. കാരണം ജലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് സംയുക്തങ്ങളിൽ പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാം. കാരണം ഈ ഭാഗത്ത് ചേർത്ത് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കഠിനജലവും മൃദുജലവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. അപ്പോ ഹൈഡ്രജന്റെ പ്രധാന സംയുക്തങ്ങളിൽ നമ്മൾ ജലം ഇപ്പോ പഠിക്കുന്നില്ല. ജലം സംയുക്തങ്ങൾ എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട ഒരു സംയുക്തമാണ് പഠിക്കാനുള്ളത്.
ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് തന്നെയാണ് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ഹൈഡ്രജന്റെ രണ്ടാമത്തെ പ്രധാന സംയുക്തം. ആദ്യത്തെ പ്രധാന സംയുക്തം ആര് തന്നെയാണ്? ജലം തന്നെയാണ്. അപ്പൊ സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ആകരുത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഹൈഡ്രജന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംയുക്തമായ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ H2O2 പറ്റിയാണ് നമുക്ക് നോക്കാം. ഗാർഹികവും വ്യാവസായികവുമായി പുറന്തള്ളുന്ന വസ്തുക്കളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഗാർഹികവും വ്യാവസായികവുമായി പുറന്തള്ളുന്ന വസ്തുക്കളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ദ്രാവകാവസ്ഥയിൽ വളരെ നേർത്ത നീല നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മറക്കല്ലേ, ദ്രാവകാവസ്ഥയിൽ വളരെ നേർത്ത നീല നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ജലത്തിൽ ലയിക്കുന്ന ഹൈഡ്രജന്റെ പ്രധാന സംയുക്തം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഠിച്ചോളെ. കാരണം എന്താ? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ജലത്തിൽ ലയിക്കുന്ന ഹൈഡ്രജന്റെ പ്രധാന സംയുക്തം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഠിച്ചോളെ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹൈഡ്രജന്റെ പ്രധാന സംയുക്തങ്ങളിൽ രണ്ടാമത്തെ സംയുക്തമായ ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഗാർഹികവും വ്യാവസായികവുമായി പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ദ്രാവകാവസ്ഥയിൽ വളരെ നേർത്ത നീല നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ജലത്തിൽ ലയിക്കുന്ന ഹൈഡ്രജന്റെ പ്രധാന സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഠിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? വിഘടിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന്. അതുകൊണ്ട് തന്നെ അധിക വെളിച്ചം കടക്കാത്ത ഇടങ്ങളിൽ മെഴുകു പുരട്ടിയ ഗ്ലാസ് കുപ്പികളിലോ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സംഭരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിഘടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അധികം വെളിച്ചം കടക്കാത്ത മെഴുകു പുരട്ടിയ ഗ്ലാസ് കുപ്പികളിലോ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സംഭരിക്കുന്നത്. പൊടിയുടെ സാന്നിധ്യത്തിൽ പൊട്ടിത്തെറിയോടുകൂടി വിഘടനം സംഭവിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പൊടിയുടെ സാന്നിധ്യത്തില് പൊട്ടിത്തെറിയോടുകൂടി വിഘടനം സംഭവിക്കുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഠിക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സൂര്യപ്രകാശവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ വിഘടന സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുകൊണ്ട് തന്നെ അധികം വെളിച്ചം കടക്കാത്ത ഇടങ്ങളില് മെഴുകു പുരട്ടിയ ഗ്ലാസ് കുപ്പികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുന്നത്. പൊടിയുടെ സാന്നിധ്യത്തില് പൊട്ടിത്തെറിയോടുകൂടി വിഘടനം സംഭവിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉപയോഗങ്ങളാണ്. മുടി ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മുടി ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അണുനാശിനിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ്. മറക്കല്ലേ, അണുനാശിനിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇതാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചത്. ഹൈഡ്രജന്റെ ഏത് സംയുക്തമാണ് അണുനാശിനിയായി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പെർഹൈഡ്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റിസെപ്റ്റിക് ആരെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഠിച്ചോളെ. പെർഹൈഡ്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റിസെപ്റ്റിക് എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മുടി ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ സംയുക്തം ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. അണുനാശിനിയായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ സംയുക്തം എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ്. പെർഹൈഡ്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റിസെപ്റ്റിക് എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഠിക്കുക. ഉയർന്ന ഗുണനിലവാരമുള്ള ഡിറ്റർജന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഠിച്ചോളെ. ഉയർന്ന ഗുണനിലവാരമുള്ള ഡിറ്റർജന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ചില ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെയും ഔഷധങ്ങളുടെയും നിർമ്മാണത്തില് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ചില ഭക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ ഔഷധങ്ങളുടെയും നിർമ്മാണത്തിനും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. തുണി, പേപ്പർ പൾപ്പ്, തുകല്, കൊഴുപ്പുകൾ എന്നിവയെ ബ്ലീച്ച് ചെയ്യുന്നതിന് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. എന്തിനൊക്കെയാണ്? തുണി, പേപ്പർ പൾപ്പ്, തുകല്, കൊഴുപ്പുകൾ എന്നിവയെ ബ്ലീച്ച് ചെയ്യുന്നതിന് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉയർന്ന ഗുണനിലവാരമുള്ള ഡിറ്റർജന്റുകളുടെ നിർമ്മാണത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു. ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും ഔഷധങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആരാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്.
തുണി, പേപ്പർ പൾപ്പ്, തുകൽ, കൊഴുപ്പുകൾ തുടങ്ങിയവയെ ബ്ലീച്ച് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ഏജന്റ് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് പഠിക്കുക. ഇത്രയുമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഇവിടെ നമ്മൾ ആകെ പഠിക്കാത്തത് നമ്മുടെ H2 അല്ലെങ്കിൽ ജലം മാത്രമാണ്. അതുകൊണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ പഠിക്കാം. അത് നമ്മുടെ സംയുക്തങ്ങൾ എന്നുള്ള ക്ലാസ്സിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.